ഹലോ മുത്തുമണികളെ, മുമ്പൊരിക്കൽ ഞാൻ മക്കൾക്ക് ഫുഡ് കൊടുത്തു വിടുന്ന സമയത്ത് ഈ മത്തങ്ങ കറി ഉണ്ടാക്കിയപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരണേ എന്ന്. അപ്പോൾ ഇത് എവിടെയെങ്കിലും ആരെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് ഞാൻ തന്നെ ഒരു ദിവസം എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മത്തങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, എന്നിട്ട് അത് കഴുകണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇട്ട് ഈ മത്തങ്ങ അതിലിട്ട് പുഴുങ്ങിയെടുക്കുക, വേവിച്ചെടുക്കുക, അങ്ങനെ എന്താണെങ്കിലും പറയും. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഉള്ളി അരിഞ്ഞ് വെച്ചേക്കാം. ഈ മത്തങ്ങ വെന്ത് കഴിയുമ്പോൾ ഇത് ഒന്ന് ഊറ്റാം. കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ വെള്ളം ഊറ്റേണ്ട കാര്യമില്ല. പച്ചക്കറിയിൽ സാധാരണ നമ്മൾ വെള്ളം ഊറ്റി കളയരുത്, അത് കളയാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാനിതിൽ കുറച്ച് വെള്ളം കൂടുതലായതുകൊണ്ട് ഊറ്റിയെടുത്തേ. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, അതിൽ ഉള്ളിയിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. മത്തങ്ങയിൽ നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഇതിൽ ഇനി ബാക്കി അങ്ങോട്ട് ഉപ്പിടണമെന്നില്ല കേട്ടോ. എന്നിട്ടൊരു ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയിലെയും മുളക് പൊടിയിലെയും ഒരു പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് കിണ്ടിയതിന് ശേഷം മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഈ മത്തങ്ങ നമ്മൾ ഊറ്റിയെടുത്തതാണെങ്കിൽ പോലും അതിൽ കുറച്ച് വെള്ളം ഉണ്ട്. ആ വെള്ളം ഒന്ന് മാറുന്നത് വരെ ഒന്ന് കിണ്ടി കോരിയെടുത്താൽ നല്ല കറിയായി. ഓക്കേ.